أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായി 2019 ആരംഭിച്ച ഫാദില കോഴ്സിൻ്റെ ഈ വർഷത്തെ കേന്ദ്രീകൃത പഠനാരംഭ വേദിയിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നിരവധി പണ്ഡിതകൾക്ക് സമൂഹത്തിന് സമർപ്പിക്കാൻ നമ്മുടെ ഈ സംവിധാനത്തിലൂടെ സാധ്യമായിരിക്കുകയാണ്. SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയും ഡിഗ്രിയും അതോടൊപ്പം തന്നെ മത വിദ്യാഭ്യാസവും നൽകി അവരെ ഉത്തമ കുടുംബിനികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫാദില കോഴ്സ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായി ആരംഭിച്ചത്. പെൺകുട്ടികളുടെ സ്ഥാപനമാണ് നമ്മുടെ ഫാദില എന്ന് പറയുന്ന സ്ഥാപനം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ കീഴടമായ വിദ്യാഭ്യാസ ബോർഡ് സംവിധാനിക്കുന്ന വിദ്യാഭ്യാസ ചട്ടക്കൂടുകളിൽ ഇതുപോലെ അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ അതുണ്ടായത് മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ കൂടി വിദേശങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അംഗീകരിച്ച മദ്രസകൾ അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ബഹുമാനപ്പെട്ട സമസ്ത വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളാണ് സമസ്ത വിഭാവനം ചെയ്യുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അതിനുവേണ്ടി സമസ്ത ഇന്ന് മറ്റേതൊരു സംഘടനകളെക്കാളും വളരെ മുമ്പിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സമസ്തയുടെ ലക്ഷ്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹനം നൽകുക, ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടത് ചെയ്യുക എന്നാണ് നമ്മുടെ ഭരണഘടന, സമസ്തയുടെ ഭരണഘടന. മദീനത്തുൽ ഹിക്മ വിജ്ഞാനത്തിൻ്റെ പട്ടണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ അതും CSWCയുടെ ഈ വർഷത്തെ സുലൂക്ക് എന്ന പേരിൽ പഠനാരംഭം ഒരു സ്റ്റേറ്റ് തല എന്ന് പറഞ്ഞുകൂടാ, സ്റ്റേറ്റിൻ്റെ പുറത്തും കർണാടകയിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ CSWCക്കുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിപ്ലവകരമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ഫാദില എന്ന വിദ്യാഭ്യാസ പദ്ധതി. 2019 ഈ പദ്ധതി ആരംഭിച്ച് ഇന്നിപ്പോൾ 2025 നിൽക്കുമ്പോൾ ഏകദേശം 90ഓളം ക്യാമ്പസുകൾ ഈ വിപ്ലവകരമായ വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിൽ ഉണ്ട് എന്നതാണ്. 2025 അധ്യയന വർഷത്തിലെ അതിൻ്റെ പഠനാരംഭം ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈ ഫാദില സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും എന്താണ് ഈ ഒരു സിസ്റ്റം, എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ നമ്മളുമായിട്ട് ഇതിൻ്റെ ജനറൽ കൺവീനർ അബ്ദുസമദ് പൂക്കോട്ടൂർ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. ഉസ്താദേ, നമ്മൾ ഈ 2025 ഫാദിലയുടെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. ബേസിക്കലി എന്താണ് ഈ ഫാദില നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പെൺകുട്ടികൾക്ക് SSLC കഴിഞ്ഞാൽ 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് ഒരേ ക്യാമ്പസിൽ നിന്ന് നേടാൻ കഴിയുന്നു എന്നതാണ് ഫാദിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരു പെൺകുട്ടിയെയും ഏതൊരു രക്ഷിതാവും SSLC കഴിഞ്ഞാൽ എന്തായാലും ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കും. ഒന്ന് വിദ്യാഭ്യാസ താല്പര്യം കൊണ്ടാവാം, അതല്ലെങ്കിൽ എന്തായാലും വിവാഹം 18 വയസ്സിൽ നിർണ്ണയിക്കപ്പെട്ടതുകൊണ്ട് അവരെ വീട്ടിൽ നിർത്തുന്നതിന് പകരം ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക എന്നത് ഏതൊരു രക്ഷിതാവിൻ്റെയും താല്പര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി പഠിച്ചാൽ കേവലം +2 മാത്രം 2 വർഷം കൊണ്ട് നേടുന്നു. അതേ കാലയളവിൽ ഒരു ദിവസം പോലും വർദ്ധിക്കാതെ സെയിം അക്കാഡമിക് പീരീഡിൽ തന്നെ ആ കുട്ടിക്ക്
പ്രധാനപ്പെട്ട ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹം നേടാൻ ഈ കോഴ്സ് അവസരം കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 2 വർഷം ഈ കുട്ടി പഠിച്ചാൽ ആ കുട്ടിക്ക് ഫാദില ബിരുദം ലഭിക്കുന്നു. അതിൽ ഈ കുട്ടിക്ക് അത്യാവശ്യമായ ഇസ്ലാമിക കർമ്മശാസ്ത്രം, അതുപോലെ തന്നെ വിശ്വാസശാസ്ത്രം, ഇസ്ലാമിക ചരിത്രം, അറബിക് ഭാഷ, അത് തുടങ്ങി ഈ കുട്ടിക്ക് ആവശ്യമായ ഹോം സയൻസ്, അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനം, അതുപോലെ നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുള്ള പ്രീമെറിറ്റൽ കോഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കുട്ടിക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, ഒരു അധ്യാപികയാകാൻ ആവശ്യമായ ബേസിക് ട്രെയിനിങ് പോലും ഇതിൽ കുട്ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ തൊഴിൽ മേഖലയിലും ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ആധ്യാത്മിക മേഖലയിൽ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഭൗതിക മേഖലയിൽ ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സമസ്ത ആവിഷ്കരിച്ച ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ ഒരു പെൺകുട്ടിക്ക് അടിസ്ഥാനപരമായ 2 വിദ്യാഭ്യാസം ഒരുമിച്ചൊരു ക്യാമ്പസിൽ കൊടുക്കാൻ കഴിയുന്നു എന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ഭൗതിക ക്യാമ്പസിൽ മാത്രം ഒരു കുട്ടി പോകുമ്പോൾ SLC കഴിഞ്ഞ സ്റ്റേജ് ഒന്ന് മാറി, പഠന രീതി മാറി, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറി, അങ്ങനെ അവരുടെ ബിഹേവിയർ തന്നെ ഒരു പ്രത്യേക രീതിയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് അവരെ പിടിച്ചു നിർത്തി ഇസ്ലാമിക കൾച്ചറിൽ വേഷവിധാനം മുതൽ അവരുടെ സ്വഭാവ സംസ്കരണം അടക്കമുള്ള ദീനീ വിജ്ഞാനം വരെ ഈ കുട്ടിക്ക് ആഴത്തിൽ കൊടുക്കാൻ പറ്റുന്നൊരു കോഴ്സാണ് ഈ 2 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ 3 വർഷം ഈ കുട്ടിക്ക് തുറന്ന് ഫദീല കോഴ്സ് പഠിക്കാം. അത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പാണ്ഡിത്യത്തിൻ്റെ ഒരു ഗരിമ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതോടൊപ്പം ഒരു യൂണിവേഴ്സിറ്റി എൻഗേജ്ഡ് ഡിഗ്രിയും ഈ കുട്ടിക്ക് കിട്ടുന്നു. സംസ്ഥയുടെ ഫദീലയുടെ പ്രവേശന ദിവസം ആയ ഇന്ന് ഒത്തിരി കുട്ടികൾ ഈ പ്രദേശത്തെ ഈ ക്യാമ്പസിൽ അവരുടെ 1ാമത്തെ ദിവസത്തെ പഠനാരംഭം ആരംഭിക്കുമ്പോൾ ഇവിടെ അവർക്ക് വേണ്ടി ഒരുപാട് മനോഹരമായ അറേഞ്ച്മെൻറ്റുകളാണ് സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 10-60ഓളം കുട്ടികൾ ഇന്ന് ഇവിടെ ഈ ക്യാമ്പസിലേക്ക് വരുന്നത് ഏകദേശം 2 ക്യാമ്പസിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പദ്ധതികളെല്ലാം ഇവരിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളാണ്. ഈ ആർട്ട് വർക്കുകൾ ഒരു പ്രത്യേകമായിട്ട് തന്നെ അവരുടെ പേരെഴുതി അവരുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വളരെ മനോഹരമായിട്ട് തന്നെ നല്ല മികച്ച രീതിയിലുള്ള ആർട്ട് വർക്കുകളൊക്കെ നടത്തി ഇവരെ വെൽക്കം ചെയ്യാണ്. ഈ ഭാഗത്ത് പെൺകുട്ടികൾ മാത്രമുള്ള ഫദീലയിൽ പെൺകുട്ടികളുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ പെൺകുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് വർക്കുകളുണ്ട്. ആ തരത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു സ്വാഗതം മോദിക്കൊണ്ടാണ് അവർ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഒരു പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നത്. ആ തരത്തിൽ ഫദീല വളരെ വ്യത്യസ്തമായിട്ട് തുടക്കം തന്നെ മനോഹരമായ സമ്മാനങ്ങളോടൊക്കെയാണ് അവരുടെ ഈ ഒരു അധ്യയന വർഷ ആരംഭം ഇവിടെ കുറിക്കുന്നത്. നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രീം എന്ന് പറയുന്നത് 4 സ്ട്രീമുകൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫാദില, മറ്റൊന്ന് ഫദീല, പിന്നൊന്ന് ഫദീല ശരിയ, പിന്നൊന്ന് ഫദീല PG. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എം ഉസ്താദ് ഇന്ന് ഇവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ പുതിയൊരു സ്ട്രീം ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ ഫാദില എന്ന് പറയുമ്പോൾ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷത്തെ മത ഭൗതിക ഇൻ്റഗ്രേഷനാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഫദീല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും +2 തലം കഴിഞ്ഞ കുട്ടികൾക്ക് UG പഠനത്തോടുകൂടെ തന്നെ നമ്മൾ ഇസ്ലാമിക് വിഷയം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫദീല ശരിയ എന്ന് പറയുന്ന സ്ട്രീം അത് കർണാടക സ്റ്റേറ്റിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടാൻ കഴിയുക. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ ഇസ്ലാമികമായ വിഷയത്തിലുള്ള ആഴത്തിലുള്ള പഠനം മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിൽ ഭൗതികം പഠിക്കുന്നവരും പഠിക്കാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കിതാബ് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഫദീല PG എന്ന് പറയുന്നത് ഇസ്ലാമിക് UG കഴിഞ്ഞ, അതായത് ഫദീലയുടെ UG മാത്രമല്ല, നമ്മുടെ സെനായിയെ മറ്റു ഏത് സ്ട്രീമിലുള്ള UG പഠനം കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും ഫദീല PG ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. PGയുടെ ഒരു നമ്മളൊരു കുറേ പ്രത്യേകതകളെന്ന് പറയുന്നത് ഓൺലൈൻ ആണെങ്കിൽ പോലും നമ്മൾ തന്നെ സ്വന്തമായി ചെയ്ത ഒരു സൈറ്റിലൂടെയാണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം ഇന്ന് ബഹുമാനപ്പെട്ട അതിൻ്റെ NM അബ്ദുൽ ഖാദർ സർ, അതിൻ്റെ അക്കാദമിക് ചെയർമാനാണ്, അദ്ദേഹം അത് അനൗൺസ് ചെയ്യും. നമ്മൾ മറ്റൊരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതോടൊപ്പം തന്നെ സയൻസും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ടുള്ള കോളേജുകളും ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥിനികളും നമ്മുടെ സ്ട്രീമിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്ട്രീമിൻ്റെ മോസ്റ്റ് ഓഫ് ഉള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ഡേ സ്കോളേഴ്സിനാണ് നമ്മൾ പ്രോബബിലി നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 20ഓളം കോളേജുകൾ റെസിഡൻഷ്യൽ കോളേജുകളുണ്ട്. ഇതിൽ സയൻസ് ബാച്ചൊക്കെ വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല സൗകര്യത്തോടെ എക്യുപ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ കാലയളവിൽ ധാരാളം അച്ചീവ്മെൻറ്റ്സ് ഇപ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ എക്സാമിനേഷനിൽ നല്ലൊരു 7th റാങ്കോട് കൂടെയാണ് MA സൈക്കോളജിയിൽ നമ്മുടെ അണ്ടർ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇമാം ഷാഫി ഷീ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിനി അഡ്മിഷൻ നേടിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം BKR കോളേജിലെ 2 വിദ്യാർത്ഥികൾ MBBSന് വേണ്ടി മെഡിക്കൽ ഫീൽഡിലേക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പഠനം നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് BAMSന് വേണ്ടി കുട്ടി പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ
അഡ്മിനിസ്ട്രേഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളെ ഫദീല കുട്ടിയാണ്. ഇത്തരം ധാരാളം എടുത്തു പറയാൻ പറ്റുന്ന ധാരാളം അച്ചീവ്മെൻറ്റ്സ് അൽഹംദുലില്ലാ ഈ ഒരു 6 വർഷം കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കാലികമായി ഇസ്ലാമിൻ്റെ തനതായ മൂല്യത്തെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ പാരമ്പര്യത്തെ ചെറുത്തു പിടിച്ചുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക അച്ചടക്കത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അൽഹംദുലില്ലാ ഈ വർഷം ഇറങ്ങുന്ന കുറേ കുട്ടികൾ ഇപ്പോൾ തന്നെ ധാരാളം സ്ഥാപനങ്ങളിൽ അഡ്മിഷന് വേണ്ടി അത് അധ്യാപന ജോലിക്ക് വേണ്ടി കയറിയിട്ടുണ്ട്. ധാരാളം കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ നമ്മളെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനസൻപെടുന്ന സുന്നത്ത് ജമാഅത്തിനെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും പഠിപ്പിക്കുന്ന തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ വരെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അവരുടെ സ്കിൽ വർക്ക്ഷോപ്പുകളും മറ്റുമായിട്ടുള്ള അവരുടെ ക്ലാസ്സുകൾ എടുക്കേണ്ട രീതികൾ നമുക്കറിയാം. നമ്മളൊരു തട്ടമിട്ട ലിബറലുകളെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം അതല്ലാതെ നമ്മൾ സ്വാഭാവികമായി നമ്മളെ ഇസ്ലാമിൻ്റെ തനതായ ശരീഅത്തിനെ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് അടിപതറാതെ വ്യതിചലിക്കാത്ത സമസ്തയുടെ മക്കളെയാണ് നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നോണം 2019 തുടക്കം കുറിച്ചൊരു സംവിധാനമാണ് കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസ്. അതിൻ്റെ കീഴിൽ നടന്നു വരുന്ന 2 കോഴ്സുകളാണ് ഫാദില, ഫദീല എന്ന കോഴ്സുകൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായി അതിൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അവർക്ക് പൂർണ്ണമായി റൈറ്റുള്ള ഒരു സംവിധാനമായിട്ടാണ് ഫാദില, ഫദീല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലായി വളരെ മനോഹരമായി 7ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനേതര മേഖലകളിൽ അഭൂതപൂർവമായ നേട്ടങ്ങൾ ഇതിനകം കൈവരിക്കാൻ ഈ സംവിധാനത്തിന് സാധ്യമായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. പഠനമേഖലയിലും പഠനേതര മേഖലകളിലും ഒരുപാട് ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇതിനകം നമ്മുടെ ഫദീല വിദ്യാർത്ഥിനികൾക്ക് സാധ്യമായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രേരകമായിട്ടുള്ളത് പഠനേതര മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ് എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന ഹിയ ഫിയസ്റ്റ എന്ന് പറയുന്ന കുട്ടികളുടെ ആർട്സ് ഫെസ്റ്റ്. അത് കൃത്യമായി സ്ഥാപനങ്ങളിൽ 95ഓളം വരുന്ന സ്ഥാപനങ്ങളിൽ കൃത്യമായ ടൈം ഡ്യൂറേഷനിൽ നടക്കുകയും അതിൽ വിജയിക്കുന്നവരെ ഉൾപ്പെടുത്തി ജില്ലാ തലത്തിലും അതിൽ നിന്ന് വിജയിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിൽ ഗ്രാൻഡ് ഫെസ്റ്റായും നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായി നടത്തി വരുന്നുണ്ട്. അതിലൂടെ കുട്ടികളുടെ പ്രഭാഷണ, എഴുത്ത്, മറ്റു പല മേഖലകളിലും കുട്ടികളുടെ കഴിവിനെ വികസിപ്പിച്ചെടുക്കാനും മെച്ചപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതിൻ്റെ അനുരണനമെന്നോണം ഒരുപാട് റെക്കോർഡുകൾ, വേൾഡ് അമേരിക്ക റെക്കോർഡുകൾ, വേൾഡ് ഇന്ത്യൻ ബുക്ക് റെക്കോർഡ് ഉൾപ്പെടെയുള്ള ധാരാളം നേട്ടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം കുട്ടികളുടെ പഠനേതര മേഖലയിൽ കുട്ടികളുടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംവിധാനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കൃത്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. പുതുതായി സ്ഥാപനത്തിലേക്ക് സംവിധാനത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ മേഖലാ തലത്തിൽ അഥവാ ജില്ലാ തലത്തിൽ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഒരു പ്രവേശനോത്സവം എന്ന പോലെ നവാഗത സംഗമം എന്ന പേരിൽ ആ കുട്ടികളെ വിളിച്ചുകൂട്ടി അവർക്ക് കൃത്യമായ ബോധവും നൽകി അവരുടെ അക്കാഡമിക്കേതര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ട്രെയിനിങ്ങുകൾ ആവശ്യാനുസരണം നൽകാറുണ്ട് എന്നതും ഈ സംവിധാനത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്. അതോടൊപ്പം ഈ സംവിധാനം ടോട്ടലി ലക്ഷ്യമിടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പാരമ്പര്യ വഴിയിൽ അതിൻ്റെ അസ്ലിൽ കുട്ടികളെ പിടിച്ചു നിർത്തുന്നതോടൊപ്പം കാലഘട്ടത്തിൻ്റെ ആവശ്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വിദ്യാസമ്പന്നകളായ ഒരു സമൂഹത്തെ, സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സംവിധാനത്തിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ധാരാളം പഠന നിലവാരമുള്ള, നല്ല ബുദ്ധി നിലവാരമുള്ള, അക്കാഡമിക് നിലവാരമുള്ള കുട്ടികൾ ഈ സംവിധാനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. SSLC പരീക്ഷ കഴിഞ്ഞ പെൺകുട്ടികൾക്കാണ് ഈ സംവിധാനം പ്രാരംഭമായി തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ ധാരാളം A+കൾ കരസ്ഥമാക്കിയ കുട്ടികൾ ഈ സംവിധാനത്തിലേക്ക് നിരന്തരമായി കടന്നു വരുന്നുണ്ട്. അവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫീസ് മാത്രമാണ് ഈ സംവിധാനത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു കുട്ടിക്ക് പരമാവധി അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഉൾക്കൊള്ളുന്ന ഒരുപാട് വലിയ ഫീസ് ഈടാക്കി
കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പഠിക്കണം, കഴിവുള്ളവരും കഴിവില്ലാത്തവരും എല്ലാവരും പഠിക്കണം. നല്ലൊരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്, ഡേ സ്ഥാപനങ്ങളുണ്ട്, രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വന്നു പോകാൻ കഴിയുന്ന ആളുകൾക്ക്, ഡെയിലി വന്നു പോകേണ്ട ആളുകൾക്ക് ഡേ കോളേജുകൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം നിന്ന് താമസിച്ച് പഠിക്കാൻ, കൂടുതൽ വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുപോകാനും അവരുടെ പഠന മേഖല മെച്ചപ്പെടുത്താനും ആഗ്രഹിക്കുന്നവർക്ക് റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളും ഈ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് എന്നീ ബാച്ചുകൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ, നല്ല രീതിയിൽ ഈ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നതിനാവശ്യമായ അധ്യാപക പരിശീലന സംവിധാനങ്ങൾ, ടീച്ചേഴ്സ് ട്രെയിനിങ്ങുകൾ കാലാനുസൃതമായി ഓരോ വർഷവും മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ അധ്യാപകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നടത്തി വരുന്നുണ്ട്. അഥവാ ഈ സംവിധാനത്തിൻ്റെ നാനോന്മുഖമായ വികാസത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പുതിയ കാലത്തെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ പാരമ്പര്യ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമയക്രമത്തിൽ നൽകി വരുന്ന വളരെ ശാസ്ത്രീയമായൊരു സംവിധാനമാണ് സമസ്തയുടെ കീഴിൽ, വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസ് എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് സൂചിപ്പിക്കാം. നമ്മളിപ്പോൾ എന്താണ് ഫലീല, എന്തൊക്കെയാണ് അവിടുത്തെ കോഴ്സ് എന്നത് സംബന്ധിച്ചൊക്കെ നമ്മളിപ്പോൾ കേട്ടു. നമുക്ക് ഇനി അറിയേണ്ടത് അവിടെ നടക്കുന്ന അതർ ആക്ടിവിറ്റികളാണ്. ഇപ്പോൾ പാഠ്യേതര വിഷയങ്ങൾ. ഇപ്പോൾ താങ്കളൊരു സ്ഥാപന നടത്തിപ്പുകാരനാണ്. ഏത് സ്ഥാപനത്തിന് പ്രിൻസിപ്പലാണല്ലേ? അതെ, ഞാൻ കൂറ്റനാട്, പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് കോടനാട് സിദ്ദീഖിയ വിമൻസ് കോളേജ് സമസ്തയുടെ നേതൃത്വത്തിലായി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായി ഫാദില സംവിധാനം വന്നത് മുതൽ തന്നെ ആ സ്ഥാപനം വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടെ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഏതാണ്ട് 12 വർഷത്തോളമായി സിദ്ദീഖിയ വിമൻസ് കോളേജ് എന്ന നിലയിൽ സിദ്ദീഖുൽ അക്ബർ ബനാത്തി യത്തീംഖാനയുടെ കീഴിലായി ആ സ്ഥാപനം അവിടെയുണ്ട്. ഫാദിലയിൽ ചേർന്നതിന് ശേഷം ഫാദിലയുടെ തീരുമാനപ്രകാരമുള്ള നിയമമനുസരിച്ച് നമ്മൾ പോകുമ്പോൾ വളരെ നല്ല നിലയിൽ കുട്ടികളുടെ വിധത്തിലുള്ള പുരോഗതിക്കും അനുസൃതമായ നിലയിലുള്ള ഇസ്ലാമിക ചുറ്റുപാടിൽ ഉൾക്കൊണ്ടു നിന്ന് തന്നെയുള്ള ഫെസ്റ്റുകൾ വളരെ കൃത്യമായി അവർ നടത്തി വരുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും കൃത്യമായ നിലയിൽ ക്യാമ്പസ് തലങ്ങളിലും ജില്ലാ തലങ്ങളിലുമൊക്കെ ഫെസ്റ്റ് നടത്തി, സംസ്ഥാന ലെവൽ ഫെസ്റ്റ് നടത്തിയിട്ടാണ് കുട്ടികളുടെ എല്ലാ കഴിവുകളും പുറത്തു കൊണ്ടുവരാൻ പ്രസംഗകലയിൽ, പ്രത്യേകിച്ച് ഫദീല ഒക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ദഅവത്തിന് കഴിവുള്ളവരാവുക എന്നതാണ്. അത് എഴുത്തിലൂടെയാവാം, പ്രസംഗത്തിലൂടെയാവാം. അതിന് കുട്ടികളെ പ്രത്യേകമായി പരിശീലനം നൽകി അതിൻ്റെ ഫെസ്റ്റ് സംസ്ഥാന തലത്തിൽ വരെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഫെസ്റ്റ് വിജയിച്ചത് പാലക്കാട് ജില്ലയാണ്. അതിൽ പാലക്കാട് ജില്ലയ്ക്ക് അത് ലഭിക്കുന്നതിൽ തന്നെ കോടനാട് സിദ്ദീഖിയ വിമൻസ് കോളേജിന് വലിയ പങ്കുണ്ട്. അപ്പോൾ കുട്ടികളുടെ എല്ലാ കഴിവുകളും മനസ്സിലാക്കി അതിനു വേണ്ടത് ഫാദില സംവിധാനം നൽകുന്നു. അതിൻ്റെ ടീം കൃത്യമായി ഇടപെടുന്നു എന്നതാണ്. അവരുടെ കഴിവുകൾ കൃത്യമായി വളർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ മക്കളെ 10ാം ക്ലാസ് കഴിയുമ്പോൾ തിരഞ്ഞെടുത്തു പഠിപ്പിക്കാൻ പറ്റിയ ഒരു കോഴ്സും ഒരു സംവിധാനവുമാണ് സമസ്ത വിഭാവനം ചെയ്യുന്ന ഫദീല സംവിധാനം. ഈ അതർ ആക്ടിവിറ്റി നമ്മൾ പറയുമ്പം ഈ ഫെസ്റ്റിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ AI കാലമാണ്. അപ്പോൾ ആ തരത്തിൽ കമ്പ്യൂട്ടർ വിജ്ഞാനമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആ തരത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റികൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ അത് ഈ വർഷം മുതൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആ കഴിവുകളിലേക്ക് കൊണ്ടുവരാൻ സിലബസിൽ തന്നെ അത് ഉൾപ്പെടുത്തിയതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ അതൊരു പാഠഭാഗമാക്കി തന്നെ കുട്ടികളെ ആ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ ഏതു തരത്തിലാണോ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് അതിന് മുൻപന്തിയിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്.